നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മോണരോഗത്തിനെ ചികിത്സിക്കാം എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മുടെ ദന്താരോഗ്യ പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് രോഗങ്ങളുണ്ട്. ഒന്ന് ദന്തക്ഷയവും മറ്റൊന്ന് മോണരോഗവുമാണ്. ഇപ്പോൾ നമ്മൾ സർക്കാർ തലത്തിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ആൾക്കാരിലും മോണരോഗമുണ്ട്. ഒരു നിശബ്ദ കൊലയാളി എന്ന് നമ്മൾ സാധാരണ പ്രമേഹത്തെ പറയുന്ന പോലെ നമ്മുടെ ദന്താരോഗ്യത്തിൻ്റെ ഒരു നിശബ്ദ കൊലയാളിയാണ് മോണരോഗം, ഒരു സൈലൻറ്റ് കില്ലറാണ്. എന്തുകൊണ്ടാണ് നിശബ്ദം എന്ന് പറയുന്നത്? സാധാരണ ദന്തക്ഷയം വരുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ പറ്റാത്ത വേദന വന്നിട്ടായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ആദ്യം ചെയ്യുന്നതിലപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു മരുന്ന് കഴിക്കുക. അതിൽ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചിലർ പറയും പല്ലെടുത്ത് കളയണം. ചില ആൾക്കാർ അത് കുറച്ചുകൂടി അവെയറായിട്ടുള്ള ആൾക്കാർ റൂട്ട് കനാൽ ചികിത്സ ചെയ്തെങ്ങനെയും പല്ല് അവിടെ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ മോണരോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദന്തക്ഷയമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ഒരു വളരെ ഡള്ളായിട്ടുള്ളൊരു വളരെ ഈ പറഞ്ഞ ഡൾ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചവയ്ക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് മോണരോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ അവഗണിക്കുന്ന ഒന്നാണ്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണയിൽ നിന്ന് വായിൽ നിന്ന് രക്തം പൊടിയുക, മോണയുടെ നിറം ഒന്ന് ചുവപ്പാവുക, നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ ഇപ്പോൾ പഴമോ പേരയ്ക്കോ ഒക്കെ കടിക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ചോരയുടെ തുള്ളികൾ വരിക. പക്ഷേ ഇതാരും അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കുറച്ചുകൂടി അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ പതുക്കെ പല്ലിൻ്റെ ഇടയ്ക്ക് വിടവ് വന്നു തുടങ്ങുക. നമ്മുടെ കിളികളുടെയൊക്കെ ദേശാടനം എന്ന് പറയുന്ന പോലെ ഈ പല്ലുകളുടെ ദേശാടനം എന്ന് പറയും, പത്തോളജിക് മൈഗ്രേഷൻ എന്ന് പറയും. അതായത് മോണരോഗം കാരണം അതിൻ്റെ ഉള്ളിലുള്ള അസ്ഥി നഷ്ടപ്പെട്ടിട്ട് പല്ലുകൾക്കിടയിൽ വിടവ് സംഭവിക്കുകയാണ്. അപ്പം പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഇത് പ്രായം കൂടുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ചെറുപ്പക്കാരിലും സംഭവിക്കാറുണ്ട്. കാരണം നമ്മുടെ ഒരു ചെടി വളരണമെങ്കിൽ ചെടിയുടെ ചുറ്റും മണ്ണ് വേണം. മണ്ണ് അവിടെ നിന്ന് ഒലിച്ചു പോകുമ്പോൾ ചെടി വീണ് പോകാറുണ്ട്. അതുപോലെയാണ് പല്ലിൻ്റെ ചുറ്റും എല്ലുണ്ട്. ആ എല്ല് നഷ്ടപ്പെടുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്ന് തുടങ്ങും. അപ്പോഴും നമ്മൾ കെയർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ മുമ്പ് കണ്ട ആളിനെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചിരിക്കുമ്പോൾ അന്നത്തെക്കാളും കൂടുതലായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പത്തോളം മൈഗ്രേഷനാണ്. അത് മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും പല്ല് നമ്മൾ പറയും പല്ലിന് നീളം വെച്ചതായിട്ട് തോന്നും. നീളം വെച്ചതല്ല, മോണയുടെ പിൻവാങ്ങൽ എന്നാണ് പറയുക. ജിഞ്ചേവൽ റിസഷൻ എന്ന് പറയും. അതായത് മേൽത്താടിയിലെ പല്ലാണെന്നുണ്ടെങ്കിൽ മോണ മേൽപോട്ട് കയറി, തിരിച്ചാണെന്നുണ്ടെങ്കിൽ മോണ താഴോട്ട് ഇറങ്ങി കൂടുതലായിട്ട് പല്ലിൻ്റെ വേരിൻ്റെ ഭാഗം തെളിഞ്ഞ് കാണുന്നു. അതിൻ്റെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ് സ്റ്റേജ് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും പല്ലുകൾ ആടിത്തുടങ്ങുന്നുണ്ടാവും. ആടി തുടങ്ങിയിട്ട് പല്ലുകൾ കൊഴിഞ്ഞു പോകും. ഇതാണ് മോണരോഗത്തിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ പ്രാരംഭ ഘട്ടത്തിലെ ഡോക്ടറിൻ്റെ ഒരു റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ, ഡോക്ടറിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് കാരണം മോണരോഗത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ പാളിയാണ്. അത് ഡെൻ്റൽ പ്ലാക്ക് എന്ന് പറയും. ആദ്യമൊക്കെ അത് ബ്രഷിൽ പോവും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ കിഡ്നിയിലൊക്കെ സ്റ്റോൺ ആവുന്ന പോലെ അവിടെ ഒരു കാൽഷ്യമായിട്ട് ചേർന്നിട്ട് ഇത്തിളെന്ന് പറയും, അല്ലെങ്കിൽ കക്ക എന്നൊക്കെ പറയും. വളരെ കട്ടിയായിട്ട് ചുണ്ണാമ്പ് പോലെ പല്ലിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ പാളിയാണ്. ഇത് പലപ്പോഴും ചിലപ്പോഴൊക്കെ ഇത് പൊടിഞ്ഞ് വരാറുണ്ട്. അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് എൻ്റെ പല്ലാണ് പൊടിയുന്നത് വിചാരിച്ച് ചിലർ പറയും എൻ്റെ പല്ല് ഇടയ്ക്കിടയ്ക്ക് പൊടിയാറുണ്ട്. അത് പല്ലല്ല പൊടിയുന്നത്, ശരിക്കും പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കാണ് ചിലപ്പോഴൊക്കെ പൊടിഞ്ഞ് ഇളകി പോകുന്നത്. ശരിക്കും നമ്മൾ വർഷത്തിൽ 2 തവണ, കുറഞ്ഞത് 1 തവണയെങ്കിലും വർഷത്തിൽ പല്ല് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അൾട്രാസോണിക് സ്കെയിലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ അഴുക്കിൻ്റെ പാളിയെ നീക്കം ചെയ്യാൻ സാധിക്കും. ഈ അഴുക്ക് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ കൂടെ അതിനെ ത്വരിതപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില മരുന്നുകളുടെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില മറ്റ് അസുഖങ്ങൾ അതിനെ ത്വരിതപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം. നമ്മളതിനെ പറയും ദ്വിദിശാ ബന്ധം എന്ന് പറയും. അതായത് ഈ പ്രമേഹമുള്ള ആൾക്കാരിൽ മോണരോഗത്തിൻ്റെ തീവ്രത കൂടുതലാണ്. തിരിച്ചുകൊണ്ട് മോണരോഗമുള്ള ആൾക്കാരിൽ ചിലപ്പോൾ പ്രമേഹം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിയന്ത്രണ വിധേയമല്ലായിരിക്കും. അപ്പോൾ HbA1c എന്ന് പറയുന്ന അതിൻ്റെ ഒരു അളവ് കോര് നോക്കുമ്പോഴത്തേക്കും അതെപ്പോഴും കൺട്രോൾഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റൊരു അളവ് കോരെന്ന് പറഞ്ഞാൽ എത്ര നേരം ഒരു പ്രമേഹ രോഗിയിൽ പഞ്ചസാര നോർമൽ പരിധിയിലാണെന്നുള്ളതാണ്. ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, TIR എന്ന് പറഞ്ഞ കാര്യം കൂടെ നോക്കാറുണ്ട്. അപ്പോൾ ഇത്തരം പാരാമീറ്റേഴ്സ് എപ്പോഴും നോർമലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പിന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം ഒരുപാടുള്ള ആൾക്കാരിൽ, ചില ആൾക്കാരിൽ പാരമ്പര്യമായിട്ടുമൊക്കെ തന്നെ മോണരോഗത്തിൻ്റെ തോത് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ മോണരോഗത്തിൻ്റെ ചികിത്സയെ പ്രധാനമായിട്ട് 5 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാറുണ്ട്. ഏറ്റവും ആദ്യമുള്ളത് ഒരു ഫേസ് 0 എന്ന് പറയും, അടിയന്തര ഘട്ടം എന്ന് പറയും. അപ്പോൾ അതിനകത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ അബ്സസ് പോലെ പഴുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പല്ലിൻ്റെയൊക്കെ കുറ്റി അവിടെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന ഒരു അടിയന്തര ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫേസ് 1 നമ്മൾ പറയും ശസ്ത്രക്രിയാരഹിത ഘട്ടം.
അല്ലെങ്കിൽ നോൺ സർജിക്കൽ ഫേസ്. അതിനകത്ത് വരുന്നതാണ് നേരത്തെ പറഞ്ഞ ക്ലീനിങ്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ ചില പോഷകക്കുറവ് കാരണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബ്രഷിംഗ് രീതി തെറ്റായിരിക്കും. അപ്പം ബ്രഷിംഗ് രീതി കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക, നല്ല ഒരു സമീകൃത ആഹാരം, പ്രത്യേകിച്ച് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം ശീലിക്കുക എന്നുള്ളത്. ചിലപ്പോൾ പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലൊരു അപാകത ഉണ്ടാകും, വൈരുദ്ധ്യം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ പറയുക ഒക്ലൂസൽ പ്രിമച്വരിറ്റീസ് എന്ന് പറയും. അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആ സ്റ്റേജ് 1 ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു പേഷ്യൻറ്റിനെ വിളിച്ച് വരുത്തിയിട്ട് ഒരു മാസം ഒന്ന് സമയം കൊടുത്തിട്ട് വീണ്ടും നമ്മളൊരു പുനർനിർണയ ഘട്ടമാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് പെരിഡോണ്ടൽ പ്രോബ് എന്ന് പറയും. അപ്പോൾ നോർമലി ആരോഗ്യമുള്ളൊരു ആളിൻ്റെ പല്ലിൻ്റെയും മോണയുടെ ഇടയിൽ ഒരു 3 മില്ലിമീറ്റർ കൂടുതൽ ഒരിക്കലും വ്യാസം ഉണ്ടാവില്ല. പക്ഷേ അസുഖം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ പോക്കറ്റ്, നമ്മുടെ ഷർട്ടിലൊക്കെ കുപ്പായത്തിലൊക്കെ കീശ വരുന്നത് പോലെ മോണയിലും കീശ ഉണ്ടായി വരും. അതിനെയാണ് മോണയിലെ കീശ എന്ന് പറയുക, അല്ലെങ്കിൽ പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അത് അവിടെ വ്യാസം കൂടി അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി കയറിയിരുന്നിട്ട് അത് വലിയൊരു ഒരു അറ പോലെയാവും. ആ അറയിൽ നിന്നാണ് പിന്നീട് സ്മെല്ലും അവിടുന്ന് ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കും അത് പെരിഡോണ്ടൽ ഡിസീസിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഘട്ടത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു പോക്കറ്റിൻ്റെ ഡയമീറ്ററിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷണമാണ്, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പക്ഷേ അന്നുള്ളതിനേക്കാളും വ്യാസം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടമായിട്ടുള്ള, രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ശസ്ത്രക്രിയാ ഘട്ടത്തിലോട്ട് കടക്കണം. അപ്പോൾ മോണരോഗത്തിന് ചെയ്യുന്ന സർജറിയുടെ പേരാണ് ഫ്ലാപ്പ് സർജറി എന്ന് പറയും. മോണ ഒന്ന് മരവിപ്പിച്ചിട്ട് മോണ തുറന്നകത്തുള്ള ആ ഒരു പഴുപ്പൊക്കെ മാറ്റിയിട്ട് അവിടെ ചലം ഉണ്ടാകും, ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയും. ഈ അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടവും എല്ലാം കൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചലമാണ് ഗ്രാനുലേഷൻ ടിഷ്യൂ. അതിനെ നീക്കം ചെയ്തിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് ലായനി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആ വേരിനെയൊക്കെ ഒന്ന് ചീകി മിനുസപ്പെടുത്തിയിട്ട് എവിടെയാണോ അസ്ഥിക്ക് ഭ്രംശം സംഭവിച്ചത് ആ ഭാഗത്ത് വീണ്ടും അസ്ഥി ഉണ്ടായി വരാനായിട്ട് ചില സിന്തറ്റിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ അവിടെ നിക്ഷേപിക്കും. നമ്മളതിനെ പറയും ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും. അതിൻ്റെ കൂടെ രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങളായിട്ടുള്ള വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള PRF എന്ന് പറയും, പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ കൂടി ചേർത്തിട്ട് അവിടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെ ഇരുന്നതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ മോണയെ ക്ലോസ് ചെയ്ത് തൈരിടുന്നുണ്ടാവും. അത് അവിടെ ഇരുന്ന് ഒരു 90 മുതൽ 120 ദിവസം, 3 മുതൽ 4 മാസം കൊണ്ട് നഷ്ടപ്പെട്ട അസ്ഥി വീണ്ടും പുനർനിർമ്മിച്ച് വരുന്നതാണ് ഈ ഒരു സർജറിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് പോകുമ്പോഴത്തേക്കും പല്ലുകൾ തമ്മിലുള്ള ബന്ധവും കൂടി കറക്റ്റായിട്ട്, നഷ്ടപ്പെട്ട പല്ലുകൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ വീണ്ടും ഈ മോണരോഗം ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ട പല്ലുകളെ നമ്മൾ റീഹാബിലിറ്റേറ്റ്, പുനരധിവസിപ്പിക്കുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. വീണ്ടും എല്ലാ ഒരു 3 മാസം കൂടുമ്പോഴും ഒരു റിപ്പീറ്റ് ആയിട്ടൊരു ചെക്കപ്പിന് വരിക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞതുകൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ചിലപ്പോൾ ഡോക്ടറിനെ കാണാൻ വരാറില്ല. പക്ഷേ തുടർ ചികിത്സ മോണരോഗത്തിൻ്റെ വിജയത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് മോണരോഗത്തിൻ്റെ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വായിൽ എല്ലാ പല്ലുകളും നമുക്ക് നിലനിർത്താൻ കഴിയും. അകാല വാർദ്ധക്യം എന്ന് പറയുന്ന പോലെ പല്ലുകളുടെ അകാല വാർദ്ധക്യമാണ് മോണരോഗം. പല്ലുകൾ വളരെ ചെറുപ്പത്തിലുള്ള ആൾക്കാർക്ക് തന്നെ നേരത്തെ കൊഴിഞ്ഞു പോകുന്നതും നമുക്ക് തടയാനായിട്ട് സാധിക്കും. നമസ്കാരം.